ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് രസം പൗഡറാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ രസം പൗഡർ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ട്. അമ്പലത്തിൽ പോയിട്ട് ചോറുണ്ടവർക്ക് മനസ്സിലാവും, വെറും വെള്ളം രസമായിരിക്കും. അത് വളരെ ടേസ്റ്റാണ്. നമുക്ക് വെള്ളരി ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. അപ്പോൾ അത്രയും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള രസം പൗഡറാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അതുപോലെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന രസം എന്ന് പറയുന്നത് ഒരു ഐറ്റമും ഇല്ലാതെ, ഒരു പച്ചക്കറിയോ ഒന്നും ഇടാതെയാണ് ഞാൻ രസം ഉണ്ടാക്കാൻ പോകുന്നത്. കൂടുതൽ അമ്പലങ്ങളിൽ അങ്ങനെയാണ് രസം ഉണ്ടാക്കൽ. ഒന്നും ഇടുന്നില്ല, ഒരു തക്കാളി പോലും യൂസ് ചെയ്യാതെ നമുക്ക് ഇന്നൊരു അടിപൊളി ടേസ്റ്റിലുള്ള രസം ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ നമ്മളെ മക്കളൊക്കെ പുറത്തു പോയി പഠിക്കുന്നുണ്ടെങ്കിൽ, ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രസം പൗഡർ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അവിടെയും വീട്ടിൽ കഴിക്കുന്ന അതേ രുചിയോടെ ചോറ് കഴിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോ കാണാം. നമുക്ക് രസം പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഐറ്റംസ് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഞാനിവിടെ 3 സ്പൂണ് മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനേക്കാളും മുൻപ് ഞാൻ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഓയിൽ ഇവിടെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഓയിൽ ചേർക്കുന്നേ ഇല്ല. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആവുന്നത് വരെ ഇതുപോലെ ചെയ്തിട്ട് നന്നായി ഫ്രൈ ആയ ശേഷം ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് കോരി മാറ്റണം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു, ഇതുപോലെ ചുവന്ന് വരണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഓരോന്നായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാ ഐറ്റമും ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതല്ല, പകരം ഓരോന്നായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അതിൽ കരിഞ്ഞു പോയാൽ നമ്മളെ രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അളവ് ഇവിടെ നോക്കണം. ഇനി വീണ്ടും അതേ പാന് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കടലപ്പരിപ്പാണ് 1 സ്പൂണ് ഇട്ട് കൊടുത്തത്. ഇതും ഇതേപോലെ ചുവന്നിട്ടാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കോരി മാറ്റി വെക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഒരേ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. ഇതിനെ നമുക്ക് കോരി മാറ്റി വെക്കാം. പിന്നെ വീണ്ടും അതേ പാനിൽ തന്നെ വറുത്തെടുക്കുന്നത് ഉഴുന്ന് പരിപ്പാണ്. ഇതും 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതും നന്നായി ചുവന്ന് വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ആയിട്ടുണ്ട്. ഇനി നമുക്കിതും കോരി മാറ്റി വെക്കാം. പിന്നെ വീണ്ടും അതേ പാനിൽ തന്നെ കറിവേപ്പിലയാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് ഇന്നലെ കൊണ്ടുവച്ച കറിവേപ്പിലയാണ്, അതുകൊണ്ട് പച്ച നിറം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനും പറ്റും. എപ്പോഴും കറിവേപ്പില ചെറിയ ഇലയാവുമ്പോൾ അത് നല്ല സ്മെല്ല് ഉണ്ടാവും. ഇപ്പോൾ തന്നെ വീട്ടിൽ മൊത്തം സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വറുത്ത് വെക്കുന്നതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതും കോരി മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ പാനിൽ തന്നെ വറുക്കാൻ പോകുന്നത് ജീരകം. ഇതും 1 സ്പൂണ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇപ്പം 3 സ്പൂണ് മല്ലി എടുക്കുമ്പോൾ അതിൻ്റെ 1 സ്പൂണാണ് ജീരകം എടുക്കേണ്ടത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. ഇപ്പോൾ മല്ലി എത്ര എടുക്കുന്നോ അതിൻ്റെ ഇപ്പോൾ 3 സ്പൂണ് മല്ലി എടുക്കുമ്പോൾ 1 സ്പൂണ് ജീരകമാണ് എടുക്കേണ്ടത്. ഇതും നമുക്ക് ഫ്രൈ ആക്കി കോരി മാറ്റി വെക്കാം. അതിനുശേഷം അതേ പാനിലേക്ക് 1 സ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുത്തത്. ഈ ഉലുവയും ഫ്രൈ ആയപ്പം നമുക്ക് മാറ്റി വെക്കാം. കൂടുതൽ കരിയാൻ പാടില്ല, ജസ്റ്റ് അത് ചുവന്ന് വന്നാൽ മതി. ഇനി നമുക്കിതും ഇതുപോലെ പൊട്ടുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കോരി മാറ്റിയെടുക്കാം. ഇനി നമ്മൾ വറുക്കുന്നത് മുളകാണ്. ഞാനിവിടെ 10 മുളക് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ട് ഉള്ളത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ ഒരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് എടുത്തത്. നമുക്ക് ഏത് മുളക് വേണമെങ്കിലും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അല്ലെ നാടൻ മുളകും ആവും, അല്ലെങ്കിൽ വള്ളി മുളക്, അങ്ങനെ ഏത് മുളക് വേണമെങ്കിലും എടുക്കാം. പക്ഷെ നല്ല കളറ് കിട്ടണമെങ്കിൽ കാശ്മീരി മുളക് തന്നെ ആവണം. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി മുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നന്നായി കറുത്ത് വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യണം. ഇപ്പം നമ്മൾ ചമ്മന്തിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ചുട്ടെടുക്കുന്നില്ലേ, അപ്പോൾ ഒരു ചെറിയ കറുപ്പ് നിറം വരുന്നു. ഇതുപോലെ കറുത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസും ഒരേ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള ഒന്ന് വറുത്തിടാനുണ്ട്. അല്ലേ, നമ്മൾ ഇതുവരെയും കായം ചേർത്തിട്ടില്ല. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ കായം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസ് അതേ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കാണ് കായം പൊടി ചേർക്കുന്നത്. അപ്പോൾ 1 സ്പൂണ് ആവുന്നത്ര കായം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം കായം ചേർക്കുന്നത് കൊണ്ട് അവസാനം രസം ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് വീണ്ടും കായം ചേർക്കാറില്ല. ഇപ്പോൾ വറുത്ത് ഇടുന്ന സമയത്ത്, കടുക് വറുത്തിടുന്ന സമയത്ത് പല പേരും കായം ചേർക്കലുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ തന്നെ കൂടുതൽ കായം ചേർക്കുന്നത് കൊണ്ട് വീണ്ടും കായം ചേർക്കാറില്ല. അപ്പം ഇതൊന്ന് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് തന്നെ ഫ്രൈ ചെയ്യണം. ഇനി ഇത് തണിയാൻ വെക്കാം. നന്നായി തണിഞ്ഞതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം മിക്സി ജാറിലേക്ക് ഇടാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ നൈസായിട്ട് പൊടിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് അരക്കാനുള്ളതാണ്. തേങ്ങ ചേർത്തിട്ട് നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ അരച്ചെടുക്കൂലേ, അതുകൊണ്ട് ആ സമയത്ത് വീണ്ടും അത് എന്താണ് അരയാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇപ്പം എൻ്റെ വീട് മൊത്തം നല്ലൊരു സ്മെല്ലാണ്. നിങ്ങളൊന്ന് ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി നമുക്കിത് കോരി വേറെ പാത്രത്തിൽ എയർടൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഏതെങ്കിലും ബോക്സിൽ ഇട്ട് നമുക്ക് എത്ര ദിവസത്തോളം വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഒന്നും സംഭവിക്കില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ ഇതിന്
ഓയിലോ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറേ ദിവസം വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇട്ട് അടച്ച് വെക്കാം. പിന്നെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് രസം എങ്ങനെ ഉണ്ടാക്കാനാണ്. ഒരു പച്ചക്കറിയും ഇല്ലാതെ വളരെ ടേസ്റ്റായിട്ട് രസം ഈ പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടത് പുളി മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ ഇത്ര പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഞവണ്ടിയിട്ട് അതിൻ്റെ പുളി വെള്ളം വരാൻ വേണ്ടി വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇത് സ്ക്വീസ് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കാം. അപ്പോൾ ഈ നേരത്തെ ഞാൻ പൊടിയാക്കിയ ഈ ജാറ് തന്നെയാണ് ഞാൻ വീണ്ടും അരക്കാൻ വേണ്ടി എടുക്കുന്നത്. വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ചേർക്കാം, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് തേങ്ങയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. 2 പ്രാവശ്യം കുറച്ച് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 സ്പൂണ് പൊടി, ഞങ്ങളിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ പൊടി തന്നെയാണ് 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല, നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം, നമ്മൾ കറി ഉണ്ടാക്കുന്ന ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട്, ഫുൾ ജാറ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രസം എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടുതൽ വെള്ളമായിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് എത്ര വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവുന്നില്ല. ഇനിയാണ് ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, അത്യാവശ്യമൊന്നും അല്ല. ഇല്ലയെന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഉപ്പ് ചേരാൻ വേണ്ടി ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇത് തിളക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ പുളിവെള്ളം, നേരത്തെ ഉണ്ടാക്കി വെച്ച പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പുളിവെള്ളം അതിൽ യോജിക്കാൻ വേണ്ടി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെല്ലമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു വലിയ കഷ്ണം വെല്ലം ഇട്ട് കൊടുത്തു. അതും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുളിയും വെല്ലം ചേർന്നപ്പോൾ ഉപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് അടച്ചു വെച്ച് നന്നായി തിളച്ച ശേഷം വീണ്ടും ഒന്ന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളെ രസം ആയിട്ടുണ്ട്, നല്ല സ്മെല്ലുമാണ്. അപ്പം ഇനി അവസാനമായിട്ട് മല്ലി ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് മല്ലിയില ഇട്ട് കൊടുത്തു. ഇതിനൊന്ന് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്യാം. ഇനി അവസാനത്തെ പണിയാണ് കടുക് വറുത്തിടുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി പാത്രം ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തു. മുളക് ഇതുപോലെ ഉണക്കമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കായം ചേർക്കുന്നില്ല. ഇത് നമ്മുടെ രസത്തിന് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ വീട്ടിൽ കറി വെക്കാൻ സാധനങ്ങളില്ല എന്ന് വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇതുപോലെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് രസം ഉണ്ടാക്കാം. അപ്പോൾ ഇത് പച്ചരി ചോറിൻ്റെ ഒന്നിച്ചും റേഷനരി ചോറിൻ്റെ ഒന്നിച്ചും വളരെ ടേസ്റ്റി ആയിരിക്കും. അതുപോലെ
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.